ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ വേറൊരു കൺസേൺ ആണ് ഡീവോമിങ്ങിനെ കുറിച്ചുള്ളത്, വിരയിളക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് അല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് വിരയിളക്കേണ്ടത്, ഡീവോമിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിനെ കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ 6 മന്ത്സ് കൂടുമ്പോഴാണ് ഡീവോമിങ് ചെയ്യിക്കേണ്ടത് കുഞ്ഞുങ്ങളിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താ പറയുക, വെയിറ്റ് കൂടുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, ഇങ്ങനത്തുള്ള കൺസേൺസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഡീവോമിങ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മാറിക്കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഈ 6 മന്ത്സ് കൂടുമ്പോൾ വിര ഇളക്കുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലുപരി ഇപ്പോൾ അതിനെക്കാട്ടി കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. മാത്രമല്ല നമ്മുടെ മാർക്കറ്റിങ്ങിൽ പല തരത്തിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ഡീവോമിങ്ങിൻ്റെ. പക്ഷേ കുഞ്ഞു മക്കൾക്ക് നമ്മൾ അങ്ങനെ യാതൊരു മെഡിസിൻസും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണിക്കുന്ന പീഡിയാട്രീഷ്യനെ കാണിക്കുക. പീഡിയാട്രീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്നുകൾ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനും പാടുള്ളൂ. കുഞ്ഞുങ്ങളുടെ അറ്റ് എ ടൈം ആ ഏജിലുള്ള വെയിറ്റും നമ്മൾ നോക്കി അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും എത്ര മെഡിസിനാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര mg അല്ലെങ്കിൽ എത്ര ml ആണ് സിറപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഡോക്ടേഴ്സ് പറയുന്നതും. സോ നമ്മൾ ഒരു കാരണവശാലും ഏത് അസുഖമായിക്കോട്ടെ നമ്മൾ സ്വന്തമായിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്ത് മെഡിസിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതുമാണ്. വെയിറ്റ് വെച്ചിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതും. ഡീവോമിങ്ങിനുള്ള മെഡിസിൻസ് ഡോക്ടറിനോട് പറഞ്ഞു എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആയിരിക്കും ഓരോ ഡോക്ടേഴ്സും തരുന്നതും. സോ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീവോമിങ്ങിനെ കുറിച്ച്. ഇതിന് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാനിതിന് ഉത്തരം തരുന്നത് തന്നെയായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്.